തെറ്റ് ചെയ്തവരെ അതെത്ര വലിയ പാർട്ടി സഖാക്കളായാലും സംരക്ഷിക്കില്ല എന്ന് എം.വി. ഗോവിന്ദൻ ഇതിനു മുൻപ് പലകുറി പറയുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ വീണ തൈക്കണ്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ ന്യായീകരിക്കാൻ വേണ്ടി, അവരുടെ കള്ളത്തരങ്ങൾ മറച്ചുപിടിക്കാൻ വേണ്ടി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് CPM. കോഴിക്കോട്ടാണ് സംഭവങ്ങൾ നടക്കുന്നത്. അതായത് ഇതിൻ്റെ കുറേ കള്ളക്കണക്കുകളും വീണ തൈക്കണ്ടിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നും ഇനിയിപ്പോൾ പിണറായി വിജയൻ്റെ മകളെയല്ല വീണ തൈക്കണ്ടി എന്ന് പറയുമോ എന്ന് കൗതുകത്തോടെ പലരും ചോദിക്കുന്നുണ്ട്. തമാശയ്ക്കാണ്. ഒരു പാർട്ടി നേതാവിൻ്റെ, ഒരു മുൻ മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകളെ രക്ഷിച്ചെടുക്കാൻ CPM എന്ന പാർട്ടി ഇത്രയധികം വിയർപ്പൊഴുക്കുന്നത് എന്തിനാണ് എന്ന് സഖാക്കൾ ചോദിക്കുക മാത്രമല്ല അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന വിശദീകരണ യോഗത്തിൽ എം.വി. ഗോവിന്ദൻ പ്രസംഗിക്കാൻ എണീറ്റു. അന്നേരം വേദിയിലുണ്ടായിരുന്ന പല നേതാക്കളും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. PA മുഹമ്മദ് റിയാസ് അടക്കം. ഇദ്ദേഹം വലിയ തത്വശാസ്ത്രപരമായിട്ടൊക്കെ തന്നെ ന്യായീകരിച്ച് വരികയായിരുന്നു. അന്നേരമാണ് വേദിയിൽ നിന്നും സദസ്സിൽ ശുഷ്കിച്ച സദസ്സായിരുന്നു, വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് സംഘാടകരെ പിണറായി വിജയൻ തെറി പറഞ്ഞു കാണും. വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ പലരും ഫോണും ചെവിയിൽ വെച്ച് പുറത്തേക്ക് പോയി, ആ വഴി വണ്ടിയിൽ കയറി വീട്ടിൽ പോയി. ഈ ഒരു വിഷയം ഇതത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ഒരു പാർട്ടി നേതൃത്വം, ഒരു പാർട്ടി നേതാവിൻ്റെ മകളെ സംരക്ഷിക്കുന്നതിനായിട്ട് നിയമം ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഏജൻസി കണ്ടെത്തിയ നിയമലംഘനങ്ങൾ അവർ തന്നെ പത്രക്കുറിപ്പിലൂടെ പുറത്തുവിട്ടതിന് ശേഷവും വീണ്ടും സംരക്ഷിക്കാൻ വേണ്ടി യാതൊരു നിലവാരവുമില്ലാതെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ചേർന്ന് പച്ചക്കള്ളങ്ങൾ സഖാക്കളെയും ജനങ്ങളെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് എതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ ഒരു കേസ് വന്നപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, പാർട്ടി ആരെയും സംരക്ഷിക്കില്ല, സെക്രട്ടറിയുടെ മകനായാലും ആരുടെ മകനായാലും സംരക്ഷിക്കില്ല, തെറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ വരണം തുടങ്ങിയ കാര്യങ്ങൾ പിണറായി വിജയനും പല നേതാക്കളുമൊക്കെ വിളിച്ചു കൂവിയത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ മകളായപ്പോഴേക്കും കഥയൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ എങ്ങനെങ്കിലും വീണയെ സംരക്ഷിച്ചേ പറ്റൂ, രാഷ്ട്രീയമായി നിയമപരമായി നേരിടും എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നിയമപരമായി നേരിടും എന്നൊക്കെ പറയുന്നത്? ഒരു കേന്ദ്ര ഏജൻസി നിയമപരമായി നടത്തിയ പരിശോധനയിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തി, അവരുടെ ഡയറി പരിശോധിച്ചു, അവരുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളായ ചില ആളുകളുടെ വീടുകളും ഓഫീസുകളും പരിശോധിച്ചു. കൃത്യമായ തെളിവുകൾ കിട്ടി. ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കിട്ടി എന്ന് പറഞ്ഞ് ED പത്രക്കുറിപ്പിറക്കിയല്ലോ. വെറുതെ പറയേണ്ട കാര്യമൊന്നും EDക്കില്ല. അല്ലെങ്കിലും ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടിയോ പിണറായി വിജയനോ വീണ തൈക്കണ്ടിയോ ഒന്നും EDയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ശത്രുക്കളൊന്നുമല്ലല്ലോ, രാഷ്ട്രീയ ശത്രുക്കളുമല്ല. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ശത്രുക്കളുമല്ല CPM എന്ന പാർട്ടി. അപ്പോൾ പിന്നെ ഇത്തരം തൊടുന്യായങ്ങൾ നിരത്തി മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യരാകുന്നത്, നാണം കെടുന്നത് എന്തിനാണ്? അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതോ ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവരും തൊള്ളതൊടാതെ വിഴുങ്ങിക്കോളും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ഇനിയും ഇത്തരം രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും അതുപോലെയുള്ള മീറ്റിങ്ങുകളും ഒക്കെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു 100 പേരെങ്കിലും പണം കൊടുത്തെങ്കിലും കൊണ്ടുവന്ന് അവിടെ കൊണ്ടിരുത്തി ഇത് കേൾപ്പിക്കാനുള്ള ഒരു ധൈര്യം CPM കാണിക്കണം. അല്ലാതെ യഥാർത്ഥ CPM പ്രവർത്തകരോ അല്ലെങ്കിൽ CPMന് വേണ്ടി കഷ്ടപ്പെടുന്നവരോ ബുദ്ധിമുട്ടുന്നവരോ ആരും ഈ പരിപാടിക്കൊന്നും എത്തും എന്ന് തോന്നുന്നില്ല. പണ്ടൊക്കെ ഈ കുടുംബശ്രീ പദ്ധതി പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയക്കുകയും അവനവൻ്റെ ജോലി പോലും കളഞ്ഞ് വീട്ടിലെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം പോലും കളഞ്ഞ് സ്ത്രീകളൊക്കെ കുടുംബശ്രീയുടെ പരിപാടിക്ക് CPMൻ്റെ പരിപാടിക്കും ഒക്കെ പോകുന്നത് ഓർമ്മയുണ്ട്. അവർക്കതിന് അത്രയുമുള്ള അറിവില്ലാഞ്ഞിട്ടാണ്. കുടുംബശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് ദിനങ്ങൾ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭീഷണിപ്പെടുത്തിയോ പണം കൊണ്ടുവന്നോ ഈ വിശദീകരണ യോഗങ്ങൾക്കൊക്കെ ആളെ കൂട്ടിയാൽ നന്നായിരുന്നു. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട് സഖാവേ. ഇതൊന്നും ചില്ലറ കളിയൊന്നുമല്ല. പാർട്ടി തകർന്ന് തരിപ്പണമായി. എന്നിട്ടും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതിനും ഒന്നും ഒരു കുറവുമില്ല. ഇതാണ് ഈ പാർട്ടിയുടെ കുഴപ്പം. CPMനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് സത്യമാണ്. നമുക്കെല്ലാം അറിയാം. എന്താണ്? ഇതാണ് പാർട്ടി. വെറുതെയാണോ ജനങ്ങൾ മൂലക്കിരുത്തിയത്? അതുപോലെ CJPയുടെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഏറ്റവും മിടുക്കനായ മുഖ്യമന്ത്രിയായിരുന്നു. ഒപ്പം സ്റ്റാലിൻ്റെയും അതുപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഒക്കെ കാര്യം പറയുന്നുണ്ട്. ഈ അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇവരുടെയൊക്കെ സ്ഥാനം ഇപ്പോൾ എന്താണ്?
എല്ലാവരും പിടിച്ച് മൂലക്കിരുത്തിയില്ല. നല്ല മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇവരെ ആരെങ്കിലും മൂലക്കിരുത്തുമായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എതിരെ നിൽക്കുമായിരുന്നു, ഇവരെ തോൽപ്പിച്ച് തുന്നം പാടിക്കുമായിരുന്നു. ഒന്നുമില്ല. CPM എന്ന പാർട്ടിയും ഇടതുപക്ഷവും അമ്പയെ തകർന്നു കഴിഞ്ഞു. ഈ മാസപ്പടി കേസ് കൃത്യമായി തന്നെ മുമ്പോട്ട് പോകും. കൃത്യമായ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. വീണയ്ക്ക് സമൻസ് അയക്കാനും നോട്ടീസ് നൽകാനും ചോദ്യം ചെയ്യാനും ലഭിക്കാനുമുള്ള എല്ലാ സാധ്യതകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലൂടെ വൃത്തികെട്ട ന്യായീകരണങ്ങളുമായിട്ട് വന്നാൽ ED പേടിച്ചങ്ങ് പൊയ്ക്കോളും, തലയിൽ മുണ്ടിട്ടങ്ങ് ഓടിക്കോളും എന്നുള്ള ധാരണയാണ്. MV ഗോവിന്ദനെ കാണുമ്പോൾ ആൾക്കാർ ഓടുകയാണ്. ഇയാൾ എന്താണ് വാതുറന്ന് പറയാൻ പോകുന്നത്? പാർട്ടിയെ നശിപ്പിച്ച് ഒരു പരുവമാക്കി കഴിഞ്ഞു. ഇനി അങ്ങോട്ടൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലാണ് പാർട്ടി. പിന്നെയും പാർട്ടിയുടെ തലയിൽ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് MV ഗോവിന്ദൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് നീതിബോധമാണ്, എന്ത് പൊതുബോധമാണ് ഇവർക്കൊക്കെ ഉള്ളത്? ഒന്നുമില്ല. 10 വർഷം കൊണ്ട് കേരളം എന്ന സംസ്ഥാനം ഭരിച്ച് മൂടിച്ച് തേച്ച് കഴുകി അഴിമതി, സ്വജനപക്ഷപാതം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, വെട്ടിപ്പ്, സഹകരണ ബാങ്കുകൾ വഴിയുള്ള കോടികളുടെ തട്ടിപ്പ്, അതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യം ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. എന്നിട്ടിപ്പോൾ UDFന്റെ 100 ദിവസം പൂർത്തിയായപ്പോഴേക്കും അവർക്ക് പ്രോഗ്രസ് കാർഡിൽ മാർക്കിടാൻ നടക്കുന്നു. ഇവർ പണ്ട് പ്രോഗ്രസ് കാർഡ് സ്വന്തമായിട്ട് അച്ചടിച്ചിറക്കി സ്വന്തമായി മാർക്കിട്ട് പുറത്തേക്ക് കൊടുക്കുമായിരുന്നു. എന്തായാലും VD സതീശൻ എന്ന മുഖ്യമന്ത്രി അത് ഇപ്പോൾ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള മാന്യത തീർച്ചയായിട്ടുമുണ്ട്. MV ഗോവിന്ദൻ മാറി പുതിയൊരു സെക്രട്ടറി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു 99% പേരും. അത് മിക്കവാറും ഈ വിശദീകരണ യോഗം കഴിയുന്നതോടുകൂടി തെളിയും. പക്ഷേ മാറ്റാൻ പിണറായി സമ്മതിക്കില്ല. പിണറായിക്ക് വേണ്ടി കുഴലൂതി നടക്കുന്ന ഒരു വ്യക്തി തന്നെ വേണം. അങ്ങനെ എല്ലാവരും ഊതണം എന്നില്ല. എന്തായാലും ഇദ്ദേഹത്തെ കൊണ്ട്, MV ഗോവിന്ദനെ കൊണ്ട് ഊതിച്ച് പിണറായിയും അതുപോലെ തന്നെ പാർട്ടി CPM എന്ന പാർട്ടിയും ഒക്കെ തന്നെ ഒരു പരുവത്തിലായി മുങ്ങിത്താണിരിക്കുകയാണ്. പിണറായി വിജയനെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ച് വിറച്ച് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ MV ഗോവിന്ദനെ കാണുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വായിൽ നിന്ന് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. മുഹമ്മദ് റിയാസും കൂടെ ഇറങ്ങിപ്പോയത് ശരിക്കും CPMനെ ഞെട്ടിച്ചിട്ടുണ്ട്.